ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ കുഞ്ഞാടായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ മാറണം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരും വലിയവൻ. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. ഞാനും പിതാവും ഒന്നാകുന്നു. യേശു കർത്താവ് പറയാണ്, ഞാനും പിതാവും ഒന്നാകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്, ഇനിയും ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ പിതാവേ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണേ. 2. അപ്പോൾ യേശു കർത്താവിൻ്റെ പ്രാർത്ഥന ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളെയും എന്നെയും സൂക്ഷിക്കണമേ എന്നാണ്. പിതാവാം ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ അതേ ആഗ്രഹമാണ് യേശു കർത്താവിലുള്ളത്. നാം സംരക്ഷിക്കപ്പെടണം. ബൈബിളിൽ നാം പഠിക്കുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാന വാക്യം തന്നെ യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് മുഴു ലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു. അതിനുവേണ്ടി യേശുവിനെ നൽകിയത്, യേശുവിനെ തകർത്ത് കളഞ്ഞത്. അപ്പം ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആരും തകർന്നു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവ് പറയാണ്, കർത്താവ് പ്രാർത്ഥിക്കും പറയാണ്, ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല. പിതാവേ, ഇവർ ലോകത്തിലിരിക്കുന്നു, ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകണം. നീ എനിക്ക് തന്നിരിക്കുന്ന നാമത്തിൽ അവരെ കാത്തുകൊള്ളണേ, സൂക്ഷിക്കണേ. എന്നിട്ട് പറയാണ്, അവരോടുകൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിൻ്റെ നാമത്താൽ കാത്തുകൊണ്ടിരുന്നു, ഞാൻ അവരെ സൂക്ഷിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെ ഒരിക്കലും തള്ളിക്കളയുന്നതല്ല, സൂക്ഷിക്കുന്നതാണ്. യേശു കർത്താവ് പറയാണ്, എൻ്റെ പിതാവ് എന്നിലും വലിയ ആളാണ്. ആ പിതാവിൻ്റെ കയ്യിൽ നിന്ന് ആർക്കും നിങ്ങളെ പിടിച്ചു പറിക്കാൻ കഴിയത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല.
വചനം പറയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീയും നിൻ്റെ കുടുംബവും കൂടെ രക്ഷ പ്രാപിക്കും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. അതിൻ്റെ 21, 22 വാക്യം കൂടെ വായിക്കാം. 17 നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നതുപോലെ അവരും നമ്മിലാകേണ്ടതിന് നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെ സ്നേഹിക്കുമെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടത് ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിന് തന്നെ. പിതാവാം ദൈവം പുത്രനാം യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഈ അധ്യായത്തിൽ മുഴുവൻ നല്ല ഇടയൻ എന്ന് പറയുന്ന ഒരു വിഷയമാണ് പ്രതിപാദിക്കുന്നത്. പിശാച് മോഷ്ടിക്കാൻ വരുന്നു, എന്നാൽ ജീവൻ നൽകാൻ യേശു ക്രിസ്തു വരുന്നു. നല്ല ഇടയനാണ് യേശു ക്രിസ്തു. ആടുകളുടെ ശബ്ദം കേട്ട് ആടുകൾ ആ ശബ്ദം കേട്ട് യേശുവിനെ അനുഗമിക്കുന്നു. അവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അവർ മേച്ചിൽപ്പുറം കണ്ടെത്തുന്നു. അവർ രക്ഷപ്പെടുന്നു. അവർ അനുഗ്രഹിക്കപ്പെടുന്നു. കാര്യം യേശു വാതിലാകുന്നു. പിതാവിങ്കിലേക്കുള്ള രക്ഷയ്ക്കുള്ള ഏകവാതിൽ യേശുവാകുന്നു. അതിലൂടെ കടക്കുന്നു. എന്നിട്ട് യേശു കർത്താവ് തന്നെ പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്ന് മാനവരാശിയെ വീണ്ടെടുക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവർ നിത്യ നാശത്തിൽ നിന്ന് ഒഴിവാകുന്നു. അപ്പം നിത്യമായ ഒരു രക്ഷ, വിടുതൽ, അതാണ് ദൈവ പദ്ധതി. അത് യേശു ക്രിസ്തുവിലൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശു കർത്താവ് പറയാണ് 26-ാം വാക്യത്തിലുള്ള, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവയെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകത്തില്ല. എന്നെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരു നാളും നശിച്ചു പോകത്തില്ല. ഞാനും നിങ്ങളും നശിച്ചു പോകത്തില്ല. കാരണം നിത്യജീവൻ്റെ അവകാശികളാണ് നാം. എന്താ കാര്യം? യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ. നമ്മുടെ പ്രവൃത്തിയാലല്ല നാം നീതീകരിക്കപ്പെടുന്നത്, വിശുദ്ധീകരിക്കപ്പെടുന്നത്, ശുദ്ധീകരിക്കപ്പെടുന്ന, പകരം അവൻ്റെ പ്രവൃത്തിയാൽ. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത യാഗത്തിലൂടെ നാം നീതീകരിക്കപ്പെടുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവമക്കളായിത്തീരുന്നു. നാം ഒരു നാളും നശിച്ചു പോകത്തില്ല. എന്നിട്ട് പറയാം, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കത്തില്ല. നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചവരാണ്. നിങ്ങളെ ഒരു പിശാചിനും തകർത്ത് കളയാൻ പറ്റത്തില്ല. മോഷ്ടിക്കാനോ അറക്കാനോ മുടിപ്പാനോ പിശാചിന് ഇനി നിങ്ങളുടെ മേൽ അധികാരമില്ല, നമ്മുടെ മേൽ അധികാരമില്ല. കാര്യം യേശു കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ്. എന്നിട്ട് പറയണം, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. പിതാവ് ഞാനും ഒന്നാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട, എന്തെങ്കിലും ഭയത്തോടെ പിശാച് നിങ്ങളെ തകർക്കുമെന്നോ, രോഗം നിങ്ങളെ തകർക്കുമെന്നോ, ഒരു വിഷയം നിങ്ങളെ തകർക്കുമെന്നൊരു ഭയത്തോടെ ആയിരിക്കുന്നെങ്കിൽ ധൈര്യത്തോടെ കുടഞ്ഞെഴുന്നേറ്റ് പറയണം, യേശു എൻ്റെ ഇടയനാകും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നല്ലൊരു ഇടയനെ പിതാവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല. മരണത്തിൻ്റെ താഴ്വരയിലും കർത്താവിനെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും കർത്താവ് സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് നീ വാഗ്ദത്തത്തിനായി സ്തോത്രം, ഉറപ്പിനായി, ധൈര്യത്തിനായി സ്തോത്രം. ഉറപ്പും ധൈര്യമുള്ളവരായി തീരട്ടെ. നീ വചനം കേൾക്കുന്നവർ ഏത് വിഷയത്തിൻ്റെ നടുവിൽ നിന്നാലും, പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാലും ധൈര്യത്തോടെ, ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ലജ്ജിച്ചു പോകത്തില്ല, യേശു എൻ്റെ കർത്താവാണെന്ന് പറയാൻ ഒരു ധൈര്യം, ഉറപ്പുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഇന്ന് പ്രഭാതത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാന അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം
നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ മാറണം. ചെന്നായി വരുന്നതു കാണുന്ന നേരം ഓടിപ്പോകില്ലെന്നും നിന്നിടയൻ. ജീവൻ വെടിഞ്ഞും പ്രാണൻ വെടിഞ്ഞും നിന്നെ കാത്തിടും നല്ലിടയൻ. നിന്നെ കാത്തിടും നല്ലിടയൻ. ഇടയൻ്റെ കാവൽ ലഭിച്ചിടുവാനാ അജഗണമായി നീ മാറണം. ഇടയൻ്റെ സ്നേഹം നുകർന്നിടുവാനാ കുഞ്ഞാടായി നീ